ഈ വർഷത്തെ ഇഫ്താർ റെസിപ്പി നമുക്കൊരു മധുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. റീൽസ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാൻ ഈ റെസിപ്പി കണ്ടത് തന്നെ. പക്ഷേ അതും ഇതുമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു ഐഡിയ കിട്ടിയാൽ ബാക്കി നമ്മൾ ചെയ്യുമല്ലോ. അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 കപ്പ് മിൽക്ക് പൗഡറും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3/4 കപ്പ് പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാൻ 2 നുള്ളു ഉപ്പും പിന്നെ ഒരു ഡയറി മിൽക്കും ഇതിലേക്ക് നല്ല ചൂടുള്ള 2.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ആണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ചേർത്ത് മിക്സ് ചെയ്താൽ ക്രീമും റെഡിയായി. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റോ റസ്കോ പാലിലൊന്ന് സോക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം കൂടി ഇതിലേക്ക് ചേർത്ത് വേണമെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ് മിക്സ് വെച്ച് അലങ്കാര പണികളൊക്കെ ചെയ്ത് സൈഡിലൂടെ നട്ട്സോ ബിസ്ക്കറ്റോ പൊടിച്ചിട്ട് കൊടുത്ത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി പുഡിംഗ് റെഡി.